കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞ രാമായണം ലോക പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നിതീഷ് തിവാരിയുടെ സംവിധാനത്തിൽ നമിത് മൽഹോത്രയുടെ 4000 കോടിയുടെ മെഗാ പ്രൊജക്ട് 2 ഭാഗങ്ങളായി ഒരുങ്ങുന്ന രാമായണ സീരീസ്. ടെലിവിഷൻ സീരിയൽ മുതൽ പല സിനിമകളിലും രാമായണം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും നമ്മൾ കേട്ടറിഞ്ഞതിനും വായിച്ചറിഞ്ഞതിനും മുകളിൽ ഒരു വിഷ്വൽസും സ്കെയിലും കാണിക്കുക എന്നുള്ളതാണ് നമിത് മൽഹോത്ര എടുത്തിരിക്കുന്ന ടാസ്ക്. രാമായണ സിനിമയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച പേരുകളിലൊന്നാണ് നമിത് മൽഹോത്ര. നമിത് മൽഹോത്രാസ് രാമായണ. ആരാണ് നമിത് മൽഹോത്ര? ഒരു പഴയ കാർ ഗരാജിൽ നിന്നും തുടങ്ങി ഓസ്കാർ വേദിയിലേക്ക് വരെ നടന്നു കയറിയ ഇന്ത്യക്കാരനാണ് നമിത് മൽഹോത്ര. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ബിരുദധാരിയായിരുന്ന നമിത് മൽഹോത്രയുടെ യാത്ര ആരംഭിക്കുന്നത് 1997 ബോംബെയിലെ ഒരു കാർ ഗരാജിൽ നിന്നാണ്. തന്റെ കോളേജിൽ പഠിപ്പിച്ച 3 ടീച്ചേഴ്സിനെ കോ ഫൗണ്ടേഴ്സ് ആക്കിക്കൊണ്ട് സ്വന്തമായ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ് അദ്ദേഹം അന്ന് ആരംഭിച്ചത്. പിന്നീട് ഫിലിം പ്രൊഡക്ഷൻസ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ കമ്പനിയുടെ പേര് മാറ്റി പ്രൈം ഫോക്കസ് എന്നാക്കി മാറ്റി. 2014 ലണ്ടനിലുള്ള ഡബിൾ നെഗറ്റീവ് എന്ന VFX കമ്പനിയെ നമിത്തിന്റെ പ്രൈം ഫോക്കസ് വാങ്ങി. ഇതിനെ തുടർന്ന് DNEG എന്ന് കമ്പനിയെ റീബ്രാൻഡ് ചെയ്തു. ഈ പേര് നമുക്ക് വളരെ പരിചിതമാണ്. ലോകവേദിയിൽ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ പല ചിത്രങ്ങളുടെയും ലേബലിൽ ഈ ഒരു പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡ്യൂൺ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ക്രിസ്റ്റഫർ നോളന്റെ പ്രസ്റ്റീജിയസ് വർക്കുകളായിട്ടുള്ള ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ദ ഡാർക്ക് നൈറ്റ്, ടെനറ്റ്, പോരാതെ ലോകമെമ്പാടുമായി ഏറ്റവും അധികം കളക്ഷൻസ് വാരിക്കൂട്ടിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമും മിഷൻ ഇമ്പോസിബിളും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ. ഈ സിനിമകളുടെ ഒക്കെ VFX കൈകാര്യം ചെയ്തത് നമിത് മൽഹോത്രയുടെ DNEG എന്ന കമ്പനി ആയിരുന്നു. അതിൽ തന്നെ ഡ്യൂൺ പാർട്ട് 1 and 2, ടെനറ്റ്, ഫസ്റ്റ് മാൻ, ബ്ലേഡ് റണ്ണർ 2049, എക്സ് മെഷീന, ഇന്റർസ്റ്റെല്ലാർ എന്നീ സിനിമകളുടെ VFXന് 7 ഓസ്കാറുകളും നമിത്തിന്റെ കമ്പനി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് രാമായണത്തെ ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഇന്ന് ലോകത്ത് ലഭ്യമായതിൽ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസിനെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്കായി അണിനിരത്തിയിരിക്കുന്നത്. സംഗീതം കൈകാര്യം ചെയ്യാൻ സാക്ഷാൽ ഹാൻസ് സിമറും ഇന്ത്യയുടെ സ്വന്തം AR റഹ്മാനും. ആക്ഷൻ രംഗങ്ങൾക്ക് ചടുലതയേകാൻ അവഞ്ചേഴ്സിന്റെയും പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിന്റെയും ആക്ഷൻ ഡയറക്ടറായ ടെറി നോട്ടറിയും മാഡ് മാക്സ് ഫ്യൂറി റോഡിന്റെയും ഫ്യൂറിയോസയുടെയും ആക്ഷൻ ഡയറക്ടറായിട്ടുള്ള ഗൈ നോറിസും. പ്രൊഡക്ഷൻ ഡിസൈൻ കൈകാര്യം ചെയ്യുന്നത് ഡ്യൂൺ പാർട്ട് 2ന്റെയും അലാദിന്റെയും ഡിസൈനറായ രവി ബൻസാലും ക്യാപ്റ്റൻ അമേരിക്കയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ റംസെ അവേറയും. രാമനായി രൺബീർ കപൂർ, രാവണനായി യശ്, സീതയായി സായി പല്ലവി, ഹനുമാനായി സണ്ണി ഡിയോൾ. ഇങ്ങനെ നീളുന്നു കാസ്റ്റിംഗ്. കാത്തിരിക്കാം ലോക സിനിമയ്ക്ക് മുന്നിലേക്ക് ഇന്ത്യൻ സിനിമ എടുത്തുവയ്ക്കുന്ന അത്ഭുതത്തിനായി.